കഴിഞ്ഞ ദിവസം കർണാടകയിൽ ബുൾഡോസർ രാജിനെ കുറിച്ച് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർണാടകയിലും സമാനമായ ഒരു സംഭവം ഉണ്ടായി. നിരവധിയായിട്ടുള്ള മുസ്ലിം കുടുംബങ്ങളടക്കം തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അത് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. മുസ്ലിംകൾ മാത്രമല്ല, ഈ 70% മുസ്ലിംകളാണ്, 30% നോൺ മുസ്ലിംസുമാണ്. ഏതായാലും നിയമവിരുദ്ധമായിട്ടാണ് അവർ താമസിച്ചിരുന്നത് എന്ന് അവർ പറയുന്നു. എത്രയും പെട്ടെന്ന് പരിഹാരമുണ്ടാക്കി കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഉണ്ട്. സുന്നി ആദർശത്തിനെതിരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം എന്നൊക്കെ എപ്പോഴും പറയുന്നത്. അവരെ അകറ്റി നിർത്തണമെന്നാണ് സമസ്ത എല്ലായ്പ്പോഴും പറയാറ്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ UDF ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേരുന്നു, അവരുടെ വോട്ട് വാങ്ങുന്നു എന്നൊക്കെയാണ് CPM ആരോപിച്ചിരുന്നത്. ഇങ്ങനെ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഉസ്താദ്? ഏതായാലും ദയവുണ്ടായിട്ട് ഞങ്ങളെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വലിക്കാതെ ഇരിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് തുടങ്ങി സുന്നി അല്ലാത്തവരോട് ഞങ്ങൾക്കൊരു നയം പണ്ടേ ഉണ്ട്. ആ നയത്തിന് ഒരു മാറ്റവും ഉണ്ടാവുകയുമില്ല. പ്രത്യേകിച്ചിപ്പം ഈ CPM-ന്റെയും UDF-ന്റെയും ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇത് ഇലക്ഷൻ വരുന്ന കാലത്ത് താങ്കളുടെ അടുത്ത് വരികയും വോട്ട് അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അവർ തന്നെയാണ് ഇത്തരം വർഗീയ ശക്തികളോട് കൂട്ടുകൂടുന്നത് എന്നൊരു ആരോപണമുണ്ടോ? അത് ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവരുടെ നയം എന്തായിരിക്കുമെന്ന് പഠിച്ചിട്ട് ഞങ്ങൾ ഇടപെടേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടുകയും അല്ലെങ്കിൽ മൗനം പാലിക്കുകയും ചെയ്യും.